പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് ഒടുവിൽ ട്രോളുകളിൽ നിന്ന് മോചനം. ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ മൂലമായിരുന്നു ട്രോളർമാരുടെ ഇഷ്ടവിഷയമായി ബസ് സ്റ്റാൻഡ് മാറിയത്. ഉന്നത നിലവാരത്തിൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ചതോടെ ഇനി ട്രോളുകൾ ഉണ്ടാകില്ല. സന്തോഷമായല്ലേ? വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് തകർന്ന തരിപ്പണമായി കിടന്ന ഒരു ബസ് സ്റ്റാൻഡായിരുന്നു. എന്നും ട്രോളുകളിൽ മാത്രം നിറഞ്ഞു നിന്ന ബസ് സ്റ്റാൻഡ്. അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാർക്കൊക്കെ പോലെയാണ് തോന്നുന്നത്. വളരെ നല്ല വൈറ്റൊക്കെ വന്ന് സെൽഫി എടുക്കാനൊക്കെ ആൾക്കാരെ തിരക്കാണ് ഇവിടെ. ട്രോളിന് പകരം ഇപ്പോൾ സെൽഫിയായി. അതെ സുജി, ഏതായാലും ട്രോളുകൾക്ക് പകരം ഇപ്പോൾ ആളുകൾ സെൽഫി എടുക്കാൻ ഇവിടെ വരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും പത്തനംതിട്ട നഗരസഭാ അധികൃതരുടെ ഒരു മധുര പ്രതികാരം കൂടിയാണ് ട്രോളർമാരോട് ഇത്. നമ്മൾ കുളമായി കിടക്കുമ്പോൾ, കുഴിയിൽ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ അത് മാത്രം കാട്ടിയാൽ പോരല്ലോ. ശശി തരൂർ പറഞ്ഞതുപോലെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. അങ്ങനെ പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നന്നായിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തും പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച് ട്രോളുകൾ വരാറുണ്ട്. അതായത് ഇവിടെ ഇനി ഒരു ചൂണ്ടയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ബോട്ട് ഇറക്കാം, ചങ്ങാടം ഇറക്കാം, വഞ്ചി ഇറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കുണ്ടും കുഴികളിലുമെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ട്രോളർമാർ ഈ ഒരു വിഷയത്തിൽ പ്രചരണം നടത്തിയിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ആ ട്രോളർമാർക്ക് അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയില്ല. കാരണം പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ 3 യാർഡുകളും ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പോൾ ആ ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു ദൃശ്യം കൂടി കാണിക്കാം. ഇപ്പോൾ ഈ നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്ത് മരങ്ങളും ഒപ്പം തന്നെ പുൽത്തകിടിയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.